അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ നീക്കങ്ങളും ഇപ്പോൾ കൈവിട്ടു പോവുകയാണ്. അവസാനം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അമേരിക്കക്ക് വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വരുന്നത് സൗദി അറേബ്യ, അതുപോലെ തന്നെ യുണൈറ്റഡ് എമിറേറ്റ്സ്, കുവൈറ്റ് ആൻഡ് ഖത്തർ ആർ ഡിസ്കസിംഗ് വിത്ഡ്രോയിങ് ഫ്രം കോൺട്രാക്ട് വിത്ത് ദി US. ഫിനാൻഷ്യൽ ടൈം പറയുന്നത് അമേരിക്കയിൽ നിന്നും കുവൈറ്റ്, അതുപോലെ ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ അവിടെയുള്ള അമേരിക്കയുമായി നടത്തിയ കോൺട്രാക്റ്റുകളെല്ലാം പിൻവലിക്കാൻ പോകുന്നു എന്നാണ്. ദേ വാണ്ട് ടു ക്യാൻസൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഇൻ ദി US to alleviate some of the economic strain imposed upon them by the Iran war. ഇറാനിൽ അമേരിക്ക നടത്തിയ യുദ്ധം കാരണം അവർക്കുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അതിനെ കുറച്ച് ലഘൂകരിക്കാൻ വേണ്ടിയാണ് ഈ കോൺട്രാക്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്നത്. കാരണം ആ കോൺട്രാക്റ്റുകളിലൂടെ ട്രില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് മുന്നിൽ, ട്രംപിന് മുന്നിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അത് കഴിയില്ല എന്ന തലങ്ങളിലേക്ക് ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾ ചർച്ച ചെയ്യുന്നു. ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം വലിയ സാമ്പത്തിക ആസ്തി ഉണ്ടാക്കി, ഗൾഫ് നാടുകളിൽ നിന്ന് വലിയ ആസ്തി കൊണ്ടുവന്നു എന്ന് ധിക്കാരം പറഞ്ഞ ട്രംപിന് മുന്നിൽ ആ ആസ്തികളെല്ലാം തകർന്നടിയുന്നതിന്റെ സൂചനകളാണ് വരുന്നത്. ഇത് അമേരിക്കക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രംപിനെതിരെ ഒരുപക്ഷെ അമേരിക്കയിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് അതിലേറെ ഗുരുതരമായ കാര്യമാണ് നാം ഇവിടെ കാണേണ്ടത്. ഇപ്പോൾ അമേരിക്കക്ക് ഈ ഒരു 5 ദിവസത്തെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് $5.3 ബില്യൺ എന്നാണ് പറയുന്നത്. അതായത് ഒരു ദിവസം ഏകദേശം $1 ബില്യൺ അമേരിക്കക്ക് ഈ യുദ്ധത്തിന് ചെലവ് വരുന്നു. ഇസ്രായേലിന് $3.3 ബില്യൺ ഈ 5 ദിവസത്തിനിടയിൽ ചെലവായിട്ടുള്ളത്. അമേരിക്കക്ക് $5.3 ബില്യൺ ഏകദേശം ഒരു മണിക്കൂറിന് 40 മില്യണിലധികം ഡോളറാണ് അമേരിക്കക്ക് ചെലവായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ സെക്കൻഡുകളിലും അമേരിക്കയുടെ മേൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളുടെ ഒരു ചിത്രമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ആധികാരികമായി തന്നെ പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിലുണ്ടാകുന്ന സ്ട്രാറ്റജിക് പ്രോബ്ലംസുകൾ അത് വേറൊരു തലവേദനയാണ്. അസറ്റുകൾ നശിക്കുന്നു, മറ്റൊരു തലവേദനയാണ്. എന്നാൽ ആ നഷ്ടങ്ങളൊക്കെ ഈ ഒരു കാര്യത്തെ മാറ്റിവെച്ചുകൊണ്ടാണ്. ഇത് വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങളാണ്. അതായത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹകരണം പൂർണ്ണമായി നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി അമേരിക്കക്കും യൂറോപ്പിനും ചെറുതൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അറബ് രാഷ്ട്രങ്ങളുടെ എണ്ണകൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. കാരണം ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ സാമ്പത്തിക സോഴ്സായ എണ്ണ റിഫൈനറികളിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടന്ന കാരണം അതും ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം മാറി ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അമേരിക്കയുമായി ഇനി സഹകരണം വേണ്ട എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ അവർ നീക്കുകയാണ്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി നിരന്തരം അമേരിക്കക്ക് മേൽ ഈ രാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ആവശ്യപ്രകാരം അമേരിക്ക ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ഈ രാഷ്ട്രങ്ങൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുകയോ അല്ലെങ്കിൽ പുതിയ കരാറുകൾ അവർ റദ്ദാക്കുകയോ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. ഇത് വലിയ പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.